മക്കളെ, ഇന്ത്യൻ നേവിയിലേക്ക് ജൂലൈ 2026 തുടങ്ങുന്ന ബിടെക് കേഡറ്റ് എൻട്രി സ്കീമിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് ജനുവരി 3 തുടങ്ങി. ലാസ്റ്റ് ഡേറ്റ് ജനുവരി 19 വരെയാണ്. അപ്പോൾ ജനുവരി 3 തുടങ്ങി ജനുവരി 19 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ അൺമാരീഡ് ആയിരിക്കുന്ന, വിവാഹം കഴിക്കാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. JEE 2025 ക്വാളിഫൈ ചെയ്തിരിക്കണം. 2025 JEE ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം, അത് മറക്കരുത്. അങ്ങനെ 2025 JEE ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് അത് ആൺകുട്ടിക്കും അപ്ലൈ ചെയ്യാം, പെൺകുട്ടിക്കും അപ്ലൈ ചെയ്യാം. അവിവാഹിതരായിരിക്കണം, കല്യാണം കഴിച്ചിട്ടുണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് ജനുവരി 3 തുടങ്ങി ജനുവരി 19 വരെയുള്ള സമയത്താണ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം. ഇനി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ നോക്കുക. ഇത് ഏഴിമല നേവൽ അക്കാഡമിയിലെ ബിടെക് കോഴ്സുകൾക്കുള്ള ആപ്ലിക്കേഷനാണ്. 44 വേക്കൻസിയാണുള്ളത്. അതിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. മാക്സിമം 7 സീറ്റാണ് പെൺകുട്ടികൾക്കുണ്ടാവുക, ബാക്കി ആൺകുട്ടികൾക്കാണ്. ഇനി ഏജ് ബാരിയർ നോക്കുക. അതായത് ജനുവരി 2 2007 അതേപോലെ ജൂലൈ 1 2009 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഈ 2 ഡേറ്റ് ഉൾപ്പെടെയാണ് കേട്ടോ. ബോൺ ബിറ്റ്വീൻ 2007 ജനുവരി 2 ശേഷവും ആ ഡേറ്റ് ഉൾപ്പെടെ, 2009 ജൂലൈ 1 മുമ്പ് അവിടെയും ആ ഡേറ്റ് ഉൾപ്പെടെ, ഈ പറഞ്ഞ 2 ഡേറ്റ് ഉൾപ്പെടെ അതിന് ഇടയ്ക്ക് ജനിച്ചവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഏജ് ബാരിയർ കൂടി നിങ്ങൾക്ക് ബാധകമാണ്, അല്ലെങ്കിൽ ആ ഏജ് കൂടി നിങ്ങൾക്ക് ബാധകമാണെങ്കിലേ അപ്ലൈ ചെയ്യാവൂ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരൊറ്റ ആപ്ലിക്കേഷനെ കൊടുക്കാവൂ. ഒന്നിലധികം ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എലിജിബിലിറ്റി കണ്ടീഷൻ നോക്കുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ +2 പാസ്സായിട്ടുണ്ടാവണം. എങ്ങനെ? 70% മാർക്ക് ഉണ്ടാവണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മൂന്നിനും കൂടെ ചേർത്ത് 70% മാർക്ക് ഉണ്ടാവണം. മൂന്നിനും കൂടെ ചേർത്ത് 70%. അതേപോലെ ഇംഗ്ലീഷിന് മാത്രമായിട്ട് 50% മാർക്ക് ഉണ്ടാവണം. അത് 10ലെയോ +2ലെയോ മാർക്കിനനുസരിച്ച് 50% മാർക്ക് ഇംഗ്ലീഷിനുണ്ടായിരിക്കണം. അതുകൂടാതെ 2025 JEE മെയിൻ BTech ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങളുണ്ടാവണം. അപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവാൻ പാടില്ല, ഞാൻ ഈ പറഞ്ഞ ഡേറ്റിനുള്ളിലായിരിക്കണം. അതേപോലെ JEE പാസ്സായിട്ടുണ്ടാവണം. +2ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് 70%, ഇംഗ്ലീഷിന് 50% മാർക്കുണ്ടായിരിക്കണം. ഇനി സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ JEE റാങ്കിനനുസരിച്ച് ഈ JEEയുടെ കോമൺ റാങ്ക് ലിസ്റ്റിനനുസരിച്ച് അവരൊരു ഷോർട്ട് ലിസ്റ്റ് ഇടും. ആ ഷോർട്ട് ലിസ്റ്റിൽ സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികളെ വിളിച്ച് അവർക്കൊരു മെഡിക്കൽ ബോർഡ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടാവും. ഇത് മൂന്നും കഴിഞ്ഞാൽ ആദ്യം ഇൻ്റർവ്യൂ ആയിരിക്കും. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ പാസ്സായവർക്ക് മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് കൂടി ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുക. ഇനി അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് joinindiannavy.gov.in എന്നുള്ള സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഏഴിമല നേവൽ അക്കാഡമിയിലേക്കുള്ള ആപ്ലിക്കേഷനാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു, JEEയുടെ റാങ്ക് ലിസ്റ്റിനനുസരിച്ച് ആദ്യം ഒരു ഷോർട്ട് ലിസ്റ്റ്, JEEയുടെ കോമൺ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റിൽ വന്ന കുട്ടികളെ ഒരു ഇൻ്റർവ്യൂവിന് വിളിപ്പിക്കും. ഇൻ്റർവ്യൂ പാസ്സായ കുട്ടികൾക്കാണ് മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവുക. ഈ ഇൻ്റർവ്യൂ നടക്കുക മാർച്ചിലായിരിക്കും. ബാംഗ്ലൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, വിശാഖപട്ടണം ഇവിടെ എവിടെയെങ്കിലും വെച്ചായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവുക. ഇനി അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് ഞാൻ നേരത്തെ കാണിച്ചു. joinindiannavy.gov.in എന്നുള്ള സൈറ്റിലാണ് ചെയ്യേണ്ടത്. ഡേറ്റ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. ഇനി ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഓൾറെഡി ഞാൻ പറഞ്ഞു. സൈറ്റ് അഡ്രസ്സ് ഞാൻ 2 പ്രാവശ്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. joinindiannavy.gov.in. അതിൽ നിങ്ങൾ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഒരു ആപ്ലിക്കേഷനെ കൊടുക്കാവൂ. ഒന്നിലധികം ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് റിജക്റ്റ് ആവും. ഇനി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഇമെയിൽ ID, വാലിഡ് ആയിരിക്കുന്ന ഒരു ഇമെയിൽ IDയും നിങ്ങളുടെ മൊബൈൽ നമ്പറും മസ്റ്റായി കൊടുത്തിരിക്കണം. ഇത് മാറ്റരുത്. ഇതിലേക്കാണ് പിന്നീടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും വരിക. അതുകൊണ്ട് ഇത് മാറ്റരുത്. അതുകൂടാതെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് ഉണ്ടാവണം. അതേപോലെ 10th മാർക്ക് ഷീറ്റ് ഉണ്ടാവണം, +2 മാർക്ക് ഷീറ്റ് ഉണ്ടാവണം, JEE മെയിൻ്റെ സ്കോർ കാർഡ് ഉണ്ടാവണം. അതേപോലെ നിങ്ങളുടെ റീസെൻറ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം. ഇത്രയും സാധനം അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്കുണ്ടാവണം. ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റുകളുടെയും ഒറിജിനൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോവുകയും വേണം. ഇങ്ങനെ ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ടും സൂക്ഷിച്ചു വെക്കണം. ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും സൂക്ഷിച്ചു വെക്കണം. അതായത് കോമൺ റാങ്ക് ലിസ്റ്റിനനുസരിച്ച് അവരിടുന്ന ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നാൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും ഈ പറഞ്ഞ ഡോക്യുമെൻറ്റുകളുടെ ഒറിജിനലുമായിട്ടാണ് ഇൻ്റർവ്യൂവിന് പോവേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി കയ്യിൽ കരുതുക. അപ്പോൾ ഇത്രയുമാണ്
അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ, ഇതുമായിട്ട് മറ്റ് എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങൾ വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.